ഹലോ ഗൈസ്, ഹലോ ആദിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു S24 സ്ക്രീൻ ഗാർഡ് സ്റ്റോറിയായിട്ടാണ്. എല്ലാവരും S24 Ultra. അതെ, അതായത് നമ്മൾ ഒരു മാസം മുമ്പ് ഒരു S24 Ultra പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിക്കുമ്പോൾ അറിയാലോ, നമ്മൾ അതിൻ്റെ സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരു സ്ക്രീൻ ഗാർഡ് ഇടാൻ വിചാരിച്ചു. എന്നിട്ട് നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിയപ്പോൾ തന്നെ താഴ്ന്നു വീഴേണ്ട വിചാരിച്ചു. അപ്പോൾ തന്നെ പോയിട്ട് ഒരു സ്ക്രീൻ ഗാർഡ് ഇട്ടു. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, സോ ടെസ്റ്റ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് നല്ല ക്വാളിറ്റി. എത്ര? 500 റുപ്പീസോ? 500 റുപ്പീസ് കൊടുത്തിട്ടാണ് ഒരു സ്ക്രീൻ ഗാർഡ് ഇട്ടത്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ടച്ച് ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് ആഡ് ആവുന്നില്ല, വർക്കാവണില്ല. നമ്മളെ വിചാരിക്കുക നോർമലി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി വർക്ക് ആവേണ്ടതാണല്ലോ, കാരണം അങ്ങനത്തെ ഒരു സാധനമല്ലേ ആൾക്കാർ ഇറക്കുള്ളൂ. അപ്പോൾ അവിടുന്ന് ആഡ് ചെയ്തില്ല, അത് നല്ല മണ്ടത്തരായി പോയി. നമ്മൾ വർക്കാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വീട്ടിലെത്തിരി ആഡ് ചെയ്യുമ്പോൾ ഇത് വർക്കാവണില്ല. എന്നിട്ട് എന്താ വെച്ചാൽ യൂട്യൂബിലൊക്കെ നോക്കി, അപ്പോൾ നമ്മളെ പോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് S24 Ultra, S25 Ultra ഒക്കെ എടുത്തിട്ട് സ്ക്രീൻ ഗാർഡ് ഇട്ട് യൂസ് ചെയ്യുന്നവർ. ഇപ്പോൾ എല്ലാവരും സ്ക്രീൻ ഗാർഡ് ഇട്ടുമല്ലോ. എന്തായാലും നമ്മൾ സെക്കൻഡ് ഹാൻഡൊക്കെ കൊടുക്കുന്ന സമയത്ത്, ഫോൺ റീസെയിൽ ചെയ്യുന്ന സമയത്ത് വാല്യൂ ഒക്കെ കിട്ടണമെങ്കിൽ, സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അവർ നന്നായിട്ടൊക്കെ പൈസ കുറക്കും. അപ്പോൾ അങ്ങനെ കുറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഫുൾ കവറും സ്ക്രീൻ ഗാർഡും ഒക്കെ ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെയിൽ ചെയ്യുന്ന സമയത്ത് വാല്യൂ കിട്ടും. പക്ഷെ പേഴ്സണലി എനിക്ക് ഇത് രണ്ടും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. സ്ക്രീൻ ഗാർഡും യൂസ് ചെയ്യാറില്ല, ബാക്ക് കവറും ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ ഫോൺ എടുക്കുന്നതിന് മുമ്പ് വേറൊരു ഐഫോൺ ആണ് ഉണ്ടായത്, ഒരു iPhone 15 ഉണ്ടായത്. അപ്പോൾ അതിലും ഞാൻ സ്ക്രീൻ ഗാർഡ് ഇട്ടിട്ടില്ല, കവർ ഇട്ടിട്ടുമില്ല. പക്ഷേ ആ ഐഫോണിൽ കിട്ടുന്ന ആ ഒരു സേഫ്റ്റി, അല്ലെങ്കിൽ അതെൻ്റെ കയ്യിൽ നിന്ന് കുറേ താഴേക്ക് പോയി, പക്ഷെ ഒന്നും ആയിട്ടൊന്നുമില്ല. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇല്ല. ഈ ഒരു സാംസങ്ങിൻ്റെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇല്ല. അതിൽ എത്ര ഗൊറില്ല ഗ്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു കോൺഫിഡൻസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്തായാലും കവർ ഇടാം അല്ലെങ്കിൽ സ്ക്രീൻ ഗാർഡ് ഇടാന്നൊക്കെ വിചാരിച്ചിട്ട് ഇട്ടതാണ്. പക്ഷേ വർക്കാവണം. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയ സമയത്ത് എല്ലാവർക്കും ഉണ്ട് ഈ ഒരു ഇഷ്യൂ. അപ്പോൾ എനിക്കൊന്ന് ആ ഫോൺ വരുന്നത് തന്നെ അങ്ങനെയാണ്. സ്ക്രീൻ ഗാർഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. കുറേ ആൾക്കാർക്ക് ഈ ഇഷ്യൂ ഉണ്ട്. അതായത് സ്ക്രീൻ ഗാർഡ് ഇട്ട് കഴിയുന്ന സമയത്ത്, S24 Ultra'ക്ക് സ്ക്രീൻ ഗാർഡ് ഇട്ട് കഴിയുന്ന സമയത്ത് ഫിംഗർ പ്രിൻറ്റ് വർക്കാവുന്നില്ല. കുറേ യൂസേഴ്സിന് ആ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സാംസങ്ങിൻ്റെ ഒരു ഷോറൂമിൽ പോയി. അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു ഫോണിന് സ്ക്രീൻ ഗാർഡ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അവർക്കത് പറയാമല്ലോ, നമ്മൾ കയ്യിൽ നിന്ന് താഴെ പോകുമോ അല്ലെങ്കിൽ സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ നമുക്കാണ് പ്രശ്നം. അപ്പോൾ നമ്മളെന്തായാലും ഇത് ഇട്ടിട്ടല്ലേ യൂസ് ചെയ്യുള്ളൂ. ഇത്രയും വലിയ കാശിൻ്റെ ഫോൺ വാങ്ങിയിട്ട് നമ്മളങ്ങനെ നേക്കഡായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്കതാണ് ഇഷ്ടം. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് ഇല്ല, കാരണം ഇത് വലിയ ഫോണല്ലേ, ഐഫോണിനെക്കാട്ടി വലിയ സൈസ്, വലിയ ഫോണല്ലേ, 6.9 ഇഞ്ച് എങ്ങനെ വരുന്നുണ്ട് സ്ക്രീൻ ഡിസ്പ്ലേന്. അപ്പോൾ അത് താഴെ വീണ് കഴിഞ്ഞാൽ എന്തായാലും എത്ര ഗൊറില്ല ആർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൊട്ടും, അത് ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചത്, പക്ഷേ പറ്റിയില്ല. എന്നിട്ട് 2-3 സ്ക്രീൻ ഗാർഡൊക്കെ ഇട്ട് അഴിച്ച് ഒരു സ്ക്രീൻ ഗാർഡിന് ഒരു 450-500 ആ റേഞ്ചിൽ സ്ക്രീൻ ഗാർഡിന് അതിന് ചിലവാകും. ഒരു 2-3 ഇട്ടിട്ട് മാറ്റി, അത്രയും കാശിന് ചിലവായി. പക്ഷേ ഒന്നും വർക്കാവണില്ല. എന്നിട്ട് ഇന്ന് നമ്മൾ അവിടെ കൊച്ചി പെൻഡാമേനക അവിടെ പോയിട്ട് അവിടെ കുറേ മൊബൈൽ ഷോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഹോൾസെയിൽ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ കുറേ വെറൈറ്റീസ് ഓഫ് ഈ സ്ക്രീൻ ഗാർഡ് അവൈലബിൾ ആണ് അവിടെ. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു ഷോപ്പിൻ്റെ ഓണർ തന്നെയാണ്, ഒരു പുള്ളിക്കാരൻ, ചെറിയ പയ്യനാണ്, രാജസ്ഥാനിക്കാരനാണ്. അപ്പോൾ അവൻ ഭയങ്കര കോൺഫിഡൻസിൽ ഇട്ട് തന്നു, ഇതെന്തായാലും വർക്കാവും. ഞാൻ മുന്നേ ഉള്ള സ്റ്റോറിയൊക്കെ പറഞ്ഞു ഇങ്ങനെ വർക്കാവണില്ല, അപ്പോൾ വർക്കാവുന്നത് തന്നെ വേണം, ഇത്തവണ എന്തായാലും അതിന് കാശ് കൊടുക്കാൻ ഞാൻ റെഡിയല്ല, വർക്കാവുന്നുണ്ടെങ്കിൽ മാത്രമേ കാശ് തരുള്ളൂ എന്ന് ആദ്യമേ മുൻകൂട്ടി പറഞ്ഞു. അവൻ ഭയങ്കര കോൺഫിഡൻസിൽ ആദ്യത്തെ ഇട്ടു, വർക്കായില്ല. രണ്ടാമത്തെ ഇട്ടു, വർക്കായില്ല. ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് കുറേ ടൈപ്പ് സ്ക്രീൻ ഗാർഡ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു 3-4 ഇട്ട് ഇത് വർക്കാവണില്ല. അപ്പോൾ അവൻ്റെ കോൺഫിഡൻസും പോയി. പിന്നെ അവസാനം നമ്മൾ അവിടെ വേറൊരു ടൈപ്പ് പ്രൊട്ടക്ടർ ഉണ്ട്, സ്ക്രീൻ പ്രൊട്ടക്ടർ തന്നെയാണ്, പക്ഷേ ടെമ്പേർഡ് ഗ്ലാസ് അല്ല. അതിനൊരു എന്താ പറയുക, മെംബ്രെയിൻ എന്ന് പറയും. അത് ജസ്റ്റ് ഒരു സ്റ്റിക്കർ പോലെ ഉണ്ടാവും, ഒരു ലെയറോ ഒരു പ്ലാസ്റ്റിക് ലെയർ പോലെ. അതിട്ടു. അതെന്ന് വെച്ചാൽ ഗ്ലാസ് അല്ല, അത്രയും തിന്നായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഫിംഗർ പ്രിൻ്റ് വർക്കാവുന്നുണ്ട്. അത് വർക്കാവുമല്ലോ, കാരണം അത് ടെമ്പേർഡ് ഗ്ലാസ് അല്ല, സാധാ ഒരു
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല, പണ്ട് നമ്മൾ ഫോണിനൊക്കെ ഒട്ടിക്കുന്ന ഒരു സ്ക്രീൻ ഗാർഡ്, ഈ ടെമ്പേർഡ് ഗ്ലാസ് വരുന്നതിന് മുമ്പേ നമ്മൾ ഒട്ടിക്കുന്ന ഒരു തരം സ്ക്രീൻ ഗാർഡ് ഉണ്ട്, പ്ലാസ്റ്റിക് ടൈപ്പ്, ഒരു പ്ലാസ്റ്റിക് കവർ പോലെ ഉണ്ടാവും, സ്റ്റിക്കർ പോലെ ഉണ്ടാവും. അപ്പോൾ അത് മെഷീൻ വെച്ചിട്ട് S24 Ultraക്ക് കണക്കായ രീതിയിൽ കട്ട് ചെയ്ത് ലേസർ വെച്ച് കട്ട് ചെയ്തിട്ട് അവരൊട്ടിച്ച് വന്നു, അത് വർക്കായി. പക്ഷേ ഇതിപ്പോൾ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, സ്ക്രീനിന് അങ്ങനെ പറ്റില്ല. നമ്മൾ ലാമിനേഷൻ, കാറിന് ലാമിനേഷനൊക്കെ ചെയ്യുന്ന പോലെ ഒരു ലാമിനേഷൻ പോലെ അവിടെ കിടക്കും വന്നിട്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റോറി. അതായത് ഇപ്പോൾ ഷെയർ ചെയ്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ S24 Ultra എടുത്തിട്ട് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യാതെ ഇഷ്യൂ അടിച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റോറി ഷെയർ ചെയ്തത്. കാരണം നമുക്ക് ഏകദേശം ഒരു 3-4 സ്ക്രീൻ ഗാർഡ് നമ്മൾ ട്രൈ ചെയ്തു, ഏകദേശം ഒരു 1000. നമ്മൾ അതിന് വേണ്ടി കാശ് ചിലവാക്കാൻ ആവശ്യമില്ല, വെറുതെ പോയിട്ട് അതെന്തായാലും വർക്കാവില്ല. അപ്പോൾ ചിലവർക്ക് വർക്കായി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒരു 80% ആൾക്കാർക്ക് അത് വർക്കാവുന്നില്ല. അപ്പോൾ വെറുതെ പോയി കാശ് കളയേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ആ ഫോൺ എടുക്കാതിരിക്കുക, വേറെ ഫോൺ എടുക്കുക. ഇല്ലെങ്കിൽ ഫേസ് ID, അതുപോലെ പിന്ന് പാറ്റേൺ, വേറെയും ഒതൻറ്റിക്കേഷൻ മെത്തേഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് യൂസ് ചെയ്യുക. പക്ഷേ ഫേസ് ID എനിക്ക് പേഴ്സണലി സാംസങ്ങിൻ്റെ ഫേസ് ID താല്പര്യമില്ല. കാരണം ഐഫോണിൽ ഇപ്പോൾ 3D ഫേസ് ID വരുന്നത്, അതിൽ വേറെ ഒതൻറ്റിക്കേഷൻ മെത്തേഡൊന്നുമില്ല, ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം 3D എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടെ സെക്യൂർഡ് ആയിരിക്കും. പക്ഷേ ഈ ആൻഡ്രോയിഡിലൊക്കെ വരുന്നത്, സാംസങ്ങിലൊക്കെ വരുന്നത് 2D ഫേസ് ID വരുന്നത്, അത് സെക്യൂർഡ് അല്ല. അത് ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചാൽ തന്നെ ചിലപ്പോൾ അത് അൺലോക്ക് ആക്കി കളയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാത്രിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെട്ടെന്നൊന്നും അത് അൺലോക്ക് ആവില്ല, ഭയങ്കര പ്രശ്നമാണ്. ഐഫോണിൻ്റെ ആ ഒരു സ്പീഡും ഇതൊന്നും കിട്ടുന്നില്ല ഫേസ് ID. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി സാംസങ്ങിൻ്റെ ഫേസ് IDനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫിംഗർ പ്രിൻറ്റ് വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. അപ്പോൾ ഒന്നിക്കൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഒന്നുകിൽ അതിൻ്റെ സേഫ്റ്റി സാക്രിഫൈസ് ചെയ്ത് ഞാൻ ഒട്ടിച്ചതുപോലെ ഒരു എന്താ പറയുക ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻ ഗാർഡ് ഇടാതെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സേഫ്റ്റി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ സെക്യൂരിറ്റി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതായത് ഫിംഗർ പ്രിൻറ്റ് ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ്ലി ഫേസ് IDയിലേക്ക് മാറാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ S24 Ultrയും 25 Ultra എടുക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുക. 23 Ultra ഇതിലൊക്കെ ഇത് വരുന്ന അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് 24 തൊട്ടാന്ന് തോന്നുന്നു അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുക, കാശ് വെറുതെ കളയരുത്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്നവർക്ക് S23, 24, 25 ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് റിലേറ്റ് ആവും. ഇല്ലാത്തവർക്ക് പുതുതായിട്ട് എടുക്കാൻ പോകുന്നവർക്ക് ഒരു നോളജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും പറയണമെന്നില്ല, അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് നെക്ഡായിട്ട് മീൻസ് സ്ക്രീൻ ഗാർഡ് യൂസ് ചെയ്യാണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങാം. അതിന് വേണ്ടി കാശ് കൊടുത്തിട്ട് വാങ്ങുകയല്ലേ, ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയല്ലേ, ഒരു 90,000 അല്ലെങ്കിൽ 1,00,000 രൂപ കൊടുത്തിട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് അതിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നിക്കിൽ അവർ 3D ഫേസ് ID കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരിക. നമ്മൾ S24 ഒക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത്രയും ഹൈ പ്രൈസ് കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതൊന്ന് എവിടെയെങ്കിലും പറയണല്ലോ. കൂടെയാണ് നമ്മൾ ഇതിങ്ങനെ ഇൻഫോം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. അപ്പം അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും യൂസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എടുക്കാൻ പോകുമ്പോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് പുതുതായിട്ട് എടുക്കാൻ പോകുന്നവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് വന്ന ആളാണ്. ഒരു 8 വർഷമായിട്ട് ഞാൻ ഐഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വേറെ ചിന്തിച്ചിട്ടില്ല. പെട്ടെന്ന് ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് S24 Ultra എടുത്തതാണ്. പക്ഷേ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല, കാരണം എൻ്റെ ഓഫീസ് ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിലുള്ള S Pen ആയാലും ബാക്കിയുള്ള ഫീച്ചേഴ്സ് ആയാലും വലിയ സ്ക്രീൻ ആയാലും AI ഫീച്ചേഴ്സ് ആയാലും എനിക്ക് ഓഫീസ് ആവശ്യത്തിന് വളരെയധികം ഉപകാരമാണ്. അത് ഈ ഐഫോണിലൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഐഫോണിൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഓഫീസ് ആവശ്യത്തിന് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നോട്ട് എഴുതാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് വെച്ചിട്ട് എനിക്ക് ഒരു മീറ്റിങ്ങിന് നോട്ട് എഴുതണമെങ്കിൽ എനിക്ക് ബുക്കും പേപ്പറൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെടുത്തിട്ട് പോവുക, നോട്ട് ചെയ്യുക, അപ്പോൾ തന്നെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ആക്കിയിട്ട് ഗ്രൂപ്പിലേക്ക് ഇടുക, കമ്പനി ഗ്രൂപ്പിലേക്ക്. അത്രയും എളുപ്പമാണ്. പിന്നെ ട്രാൻസ്ലേഷൻ ആയാലും ഇപ്പോൾ ക്ലയൻസിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ വേറെ കൊറിയൻ ലാംഗ്വേജ്, ജപ്പാനീസുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ആ ട്രാൻസ്ലേഷൻ ആ സാധനമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓഫീസ് ആവശ്യത്തിന് ഇത് ഉപകാരമാണ്. പക്ഷേ ഇത് തന്നെ ഈ ഒരു സെക്യൂരിറ്റി ആ ഒരു കേസിൽ മാത്രം എനിക്ക് ഒരു തൃപ്തിയില്ല. ബാക്കി എല്ലാ കേസിലും നല്ല തന്നെയാണ്.
അതുകൊണ്ട് സാംസങ് മോശമാണെന്നല്ല പറയുന്നത്, എന്നാലും ഐഫോണിൽ നിന്ന് ഞാൻ സാംസങ്ങിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് മിസ്സാവുന്നത് അതാണ്. 3D ഫേസ് ക്യാമറയാണ് എനിക്ക് നന്നായിട്ട്, ഫേസ് ഡിറ്റക്ഷൻ ആണ് എനിക്ക് നന്നായിട്ട് മിസ്സാവുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചേഞ്ച് ചെയ്യുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതുതായിട്ട് ഫോൺ എടുക്കുന്നവരുണ്ടെങ്കിലോ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക, എന്നിട്ട് മാത്രം ചൂസ് ചെയ്യുക കെയർഫുള്ളായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് ഉണ്ടായവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് സൊല്യൂഷൻ ഉണ്ട് അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതുതായിട്ട് എടുക്കുന്നവർക്കും യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു നല്ല യൂസ്ഫുൾ ആവും. ഓക്കെ, ബൈ. ഓക്കെ, ഈ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു സ്റ്റിക്കർ പോലെ ചെയ്തിരിക്കുന്നത്. അതായത് ഈ മെഷീൻ വെച്ചിട്ട് നമ്മളെ ഫോണിൻ്റെ സൈസിൽ അവർ സ്റ്റിക്കർ പോലെ നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചു തരും. സ്ക്രീൻ ഗാർഡിൻ്റെ അത്ര പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല, ബട്ട് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് അങ്ങനെ ഉള്ളതുപോലെ. നമുക്കിപ്പം സ്ക്രീൻ ഗാർഡ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ്, ഒന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ബെറ്റർ ആണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ നമുക്ക് സ്ക്രീൻ ഗാർഡ് ഇല്ലാതെ യൂസ് ചെയ്യുന്നതിലും ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇത് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഒരെണ്ണം പോലും വർക്കായിട്ടില്ല. ഇതിൻ്റെ ഒറിജിനൽ ഷോറൂം, സാംസങ്ങിൻ്റെ ഒറിജിനൽ ഷോറൂമിൽ പോയപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഇങ്ങനെ സ്ക്രീൻ ഗാർഡൊന്നും ഇല്ലാതെ നേക്കഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ സ്ക്രീൻ ഗാർഡൊന്നും ഇതിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് അവരും പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് 350 റുപ്പീസിനടുത്താണ് ഈ ഒരു സ്റ്റിക്കറിന്